Hello friends, today is the day of vital organs. Yes, September 29th is celebrated as World Heart Day globally to raise awareness and to reduce global burden of cardiovascular diseases. The World Heart Day was created by the World Heart Federation. The main aim of this is to spread awareness about the prevention of heart disease among the people. We can take this as a perfect day to quit smoking, start exercising and eat healthy foods. This helps to improve health globally by encouraging people to change their lifestyle and awake them to be ways to be good to their hearts. This is a global campaign in which individuals, families, communities and governments all over the world participate. It gives a perfect platform for a community to join the hands together to battle against the cardiovascular disease. Dears, today with us we have the eminent cardiovascular professionalist Mr. Abdul Samad, Prince Sultan Military Cardiac Center, Riyadh. He is a former student of our school Sirajul Huda, Kuttiadi. It is my privilege to invite Mr. Samad to give a few words to our school community. Welcome, sir. Hi friends, how are you? Hope everyone are doing good. Science Club എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ ഒരു ബിഗ് ഹായ്. സെപ്റ്റംബർ 29th വേൾഡ് ഹാർട്ട് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാൻ വന്നതാണ്. എന്നെ ഇവിടെ ക്ഷണിച്ചത് എൻ്റെയും നിങ്ങളുടെയും ടീച്ചറായ ഗീത മാമാണ്. വെരി ബിഗ് താങ്ക്സ് ടു ഗീത മാം ഫോർ ഗിവിങ് മീ സച്ച് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. വളരെയധികം സന്തോഷമുണ്ട്, കാരണം നമ്മൾ പഠിച്ചിറങ്ങിയ സ്കൂളിൽ കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങളോട് വന്ന് സംസാരിക്കാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്, എൻ്റെ പേര് സമദ് എന്നാണ്. 10th ക്ലാസ് സെക്കൻഡ് ബാച്ചായിട്ട് നമ്മുടെ സ്കൂളിൽ സിറാജുൽ ഹുദയിൽ പഠിച്ചിറങ്ങിയതാണ്. അപ്പോൾ വേൾഡ് ഹാർട്ട് ഡേ സെപ്റ്റംബർ 29th, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. ഹാർട്ട്, ഹൃദയമാണ് നമ്മുടെ വിഷയം. സോ അപ്പോൾ ഹൃദയത്തെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫഷൻ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഐ എം എ പ്രൊഫഷനിസ്റ്റ്, ഒരു കാർഡിയക് പ്രൊഫഷനിസ്റ്റാണ്. അത് കാർഡിയക് സർജറിയിൽ നമ്മൾ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിനെ കുറച്ച് സമയത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ജോലിയാണ് എൻ്റെത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഒരവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. വിൽ മൂവ് ഓൺ ടു ദ ടോപ്പിക് ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ബേസിക് ഐഡിയ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസാണ് സയൻസ് ക്ലബ്ബിലുള്ളതാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ എല്ലാവർക്കും ഹാർട്ട് എന്താണെന്ന് അറിയില്ലേ? നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ, നെഞ്ചിൻ്റെ ക്യാവിറ്റി, ചെസ്റ്റ് ക്യാവിറ്റിയുടെ ഉള്ളിൽ വളരെ സുരക്ഷിതമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഓർഗാനാണ്. എല്ലാ ഇമ്പോർട്ടൻ്റ് ഓർഗാൻസാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ഓർഗാൻസിൻ്റെ കൂട്ടത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനാണ് ഹാർട്ട്. എന്തിനാണ് ഹാർട്ട്? അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും കോശങ്ങളുണ്ട്. സെല്ലെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ എല്ലാ അവയവങ്ങളും സെല്ല് എന്ന് പറയുന്ന ചെറിയ കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സെല്ലിനും ജീവിക്കാൻ വേണ്ടി എനർജി വേണം. നമുക്ക് എന്ത് വർക്ക് ചെയ്യാൻ എനർജി വേണമല്ലോ. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി ഓരോ കോശങ്ങൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. അതിനാണ് ഓക്സിജനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കണ്ടൻസും. അപ്പോൾ ഈ കണ്ടൻസ് ഇത് കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് വീണ്ടും തിരിച്ച് റീസൈക്കിൾ, അതായത് ഒന്നുകൂടി ബ്ലഡ് ഓക്സിജനേറ്റ് ആവാൻ വേണ്ടിയിട്ട് തിരിച്ച് ഹാർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന പോയിന്റുകൾ ഈ റൈറ്റ് സൈഡാണ്. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ. അവിടുന്ന് എവിടത്തേക്കാണ് പമ്പ് ചെയ്യുന്നത്? ലങ്സിലേക്കാണ് പമ്പ് ചെയ്യുന്നത്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ശ്വാസകോശത്തിലേക്കാണ്. എന്തിനാണ്? അവിടുന്ന് ഓക്സിജൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടുന്ന് വീണ്ടും ഒന്നുകൂടി ഹാർട്ടിലേക്ക് പോകുന്നുണ്ട്. അതെവിടത്തേക്കാ? ലെഫ്റ്റ് സൈഡിലേക്ക്. സോ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. റൈറ്റിൽ നിന്ന് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ലങ്സിലേക്ക് പോയി അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അവിടുന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ് ഈ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് സർക്കുലേഷൻ നിങ്ങൾ കാണുന്നില്ലയോ? റൈറ്റ് സൈഡിൽ നിന്ന് ലങ്സിലേക്ക് പോയി ലങ്സിൽ നിന്ന് വീണ്ടും ഹാർട്ടിലേക്ക് പോകുന്നു. അതൊരു സർക്കുലേഷൻ അല്ലേ ഹാർട്ടിൻ്റെ ഉള്ളിലുള്ള? ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് പോകുന്നു, ലങ്സിൽ നിന്ന് വീണ്ടും ഹാർട്ടിലേക്ക് പോകുന്നു. ഈ സർക്കുലേഷൻ്റെ പേരാണ് പൾമനറി സർക്കുലേഷൻ. ലങ്സിലേക്ക് പോയി ഓക്സിജനേറ്റ് ആയി വീണ്ടും തിരിച്ച് ഹാർട്ടിലേക്ക് പോകുന്നതിനാണ് പൾമനറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു സർക്കുലേഷൻ ഏതാ? ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് പമ്പ് ചെയ്തിട്ട്
ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കുള്ള സെൽസിലൊക്കെ പോയിട്ട് അവിടുന്ന് ഓക്സിജനൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഡിയോക്സിജനേറ്റഡ് ആയിട്ട് തിരിച്ച് വീണ്ടും ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്നു. അതിനാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്ന ഈ സർക്കുലേഷൻ്റെ പേരാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അങ്ങനെ 2 സർക്കുലേഷനാണുള്ളത്. 4 chambers, 2 circulation, right atrium, right ventricle, left atrium, left ventricle. 2 സർക്കുലേഷൻസ്, പൾമനറി സർക്കുലേഷൻ, സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പോൾ ഹാർട്ട് എന്താണ്, ഹാർട്ടിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ക്ലാസ് ഒന്നും എടുത്ത് ശീലമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ ഞാൻ എത്രത്തോളം അത് നിങ്ങളിലേക്ക് എത്തി എന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ചിലപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഹാർട്ടിൻ്റെ അകത്ത് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. ഹാർട്ടിൻ്റെ വാൽവുകളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഹാർട്ടിൻ്റെ ഉള്ളിൽ ഓരോ ചാമ്പറുകൾക്കിടയിലും വാൽവുകളൊക്കെ ഉണ്ട്. ട്രൈക്കസ്പിഡ് വാൽവ്, പൾമനറി വാൽവ്, ബൈൻസ് ആയിട്ടുള്ള ഭക്ഷണത്തിലുള്ള കണ്ടൻസും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും നമ്മുടെ എല്ലാ കോശങ്ങളിലേക്കും എത്തണം. എന്നാലല്ലേ ആ സാധനങ്ങളൊക്കെ അവിടെ എത്തിയാലല്ലേ നമുക്ക് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരാളുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ. അതിനാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ബ്ലഡ് നമ്മുടെ ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്യും. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് ബ്ലഡിന് വേറെയും. അത് നിങ്ങൾ ഓരോ ക്ലാസ്സിന് കയറുമ്പോഴും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇന്ന് ഹാർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഈ ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളാണ് ഹാർട്ട്. അപ്പോൾ ഈ വളരെ മെയിൻ ആയിട്ടുള്ള ജോലിയാണ് ഹാർട്ട് ചെയ്യുന്നത്. കാരണം ഹാർട്ട് പമ്പ് ചെയ്തില്ലെങ്കിൽ ഈ ബ്ലഡ് സെൽസിലെത്തില്ല. ഈ ബ്ലഡ് എത്തിയില്ലെങ്കിൽ ബ്ലഡ് സെൽസിനുള്ള എനർജി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള കണ്ടൻസ് കിട്ടില്ല. അങ്ങനെ ലിവിങ് ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഹാർട്ട് ചെയ്യുന്നത് എല്ലാ ഓർഗാനിസത്തിനും ഹാർട്ട് ഉണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. സിംഗിൾ സെൽസ് ഒക്കെ ആയിട്ടുള്ള ഓർഗാൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ബയോളജിയിൽ വേറെ പഠിക്കുന്നുണ്ടാവും. നമ്മളെപ്പോലെ മനുഷ്യന്മാരെ പോലെയുള്ള മാമൽസിനെ പോലെയുള്ള ഹാർട്ടുള്ള ജീവികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഹാർട്ട് പമ്പ് ചെയ്ത ബ്ലഡാണ് ഓക്സിജനും ഫുഡ് കണ്ടൻസ് ഒക്കെ ക്യാരി ചെയ്യുന്നത്. ഇനി ഞാൻ വേറൊരു 2 ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനെ പറ്റി പറയാം. ഹാർട്ടിന് 4 ചാമ്പേഴ്സ് ഉണ്ട്, 4 അറകളുണ്ട് ഹാർട്ടിന്. എന്തിനാ 4 അറകൾ? ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ 2 അറകളും ലെഫ്റ്റ് സൈഡിൽ 2 അറകളും ഉണ്ട്. റൈറ്റ് സൈഡിൽ 2 അറകൾ, ലെഫ്റ്റ് സൈഡിൽ 2 അറകൾ. എന്തിനാ റൈറ്റ് സൈഡിൽ 2 അറ, ലെഫ്റ്റ് സൈഡിൽ 2 അറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് ഓക്സിജനേറ്റഡ് ആണ്, റൈറ്റ് സൈഡിലുള്ളത് ഡിയോക്സിജനേറ്റഡ് ആണ്. മീൻസ് ഡിയോക്സിജനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കണ്ടന്റ് ഇല്ലാത്തത്. വിശദമാക്കാം. നമ്മുടെ സെൽസിലൊക്കെ പോയിട്ട് ഓക്സിജനൊക്കെ സെൽസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്ലഡിൻ്റെ അകത്ത് ഓക്സിജൻ കണ്ടന്റ് കുറവായിരിക്കില്ലേ? അപ്പോൾ ആ ഓക്സിജൻ കണ്ടന്റ് കുറഞ്ഞ ബ്ലഡ് വീണ്ടും തിരിച്ച് ഹാർട്ടിലേക്ക് പോകുന്നത് ഈ റൈറ്റ് സൈഡിലേക്കാണ്. റൈറ്റ് സൈഡിലുള്ള റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, 2 ചേമ്പർ. അപ്പോൾ അവിടേക്കാണ് സെൽസിൽ നിന്ന് ട്രൈക്കസ്പിഡ് ഓർ മൈട്രൽ വാൽവ്, അതിനുശേഷം അയോട്ടിക് വാൽവ്. പിന്നെ വീണ്ടും ഉയർന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതിനും കൂടുതൽ വാൽവുകളും സ്ട്രക്ചേഴ്സും ഒക്കെ ഒരുപാട് ഹാർട്ടിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ ഓരോ ക്ലാസ്സുകളിൽ കൂടുന്തോറും നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ പഠിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് എന്തായാലും മുകളിലെ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ടീച്ചർ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ ഇത്രയും സമയം എന്നെ ശ്രദ്ധിച്ചതിനും ക്ലാസ്സിലിരുന്ന് ബോറടിക്കാതെ ഇരുന്നതിനും എല്ലാം നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ഇത്തരത്തിൽ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തന്ന ടീച്ചർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീണ്ടും നമുക്കൊരിക്കൽ കൂടി കാണാം എപ്പോഴെങ്കിലും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. The heart is a muscle that pumps blood into the entire body through rhythmic contractions, supplying all organs with sufficient oxygen and other necessary substances. The heart is divided into a right and a left side. The 2 sides are separated by the septum. The heart has 4 chambers: the right atrium with the right ventricle and the left atrium with the left ventricle. 4 valves regulate the flow of blood through the heart, its chambers, and into the circulation. The right and left side of the heart work hand in hand. The right side of the heart pumps blood through the pulmonary artery into the lung, where it is enriched with oxygen.
The left side pumps blood to all other parts of the body through the aorta and the systemic circuit. The pumping cycle begins when oxygen-deprived blood returns from the body through the veins, the superior and inferior vena cava, and into the heart's right atrium. When the right atrium is filled with blood, it contracts, and a valve, the tricuspid valve, opens, allowing the blood to flow into the right ventricle. This is called atrial systole. When the right ventricle has filled with blood, the tricuspid valve closes. This prevents blood from flowing back into the right atrium. Now the right ventricle contracts. The pulmonary valve opens and blood is pumped through the pulmonary artery into the lung and there is enriched with oxygen. This phase is called ventricular systole. After this, the pulmonary valve closes quickly, preventing blood from flowing back into the right ventricle. Oxygen-enriched blood then returns from the lungs through the pulmonary veins and now fills the heart's left atrium. The heart's left atrium contracts. And another valve, the mitral valve, opens and blood is pumped into the left ventricle. As soon as the left ventricle is filled with blood, the mitral valve closes. This prevents blood from flowing back into the left atrium. Now the left ventricle contracts and the aortic valve opens. The oxygen-enriched blood flows into the aorta and is distributed to every organ in the body via the blood circulatory system. The aortic valve quickly closes to prevent blood from flowing back into the left ventricle. At the same time, a new contraction takes place in the right ventricle, and the systemic blood circuit begins anew. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചതായിരുന്നു. എന്നാൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് അതിൽ ആഡ് ചെയ്താൽ നന്നായിരിക്കുമെന്ന് അഭിപ്രായമുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ സിസ്റ്റമിക് സർക്കുലേഷനും പൾമനറി സർക്കുലേഷനും ഹാർട്ടിൻ്റെ വാൽവ്സും എല്ലാം നിങ്ങൾ കണ്ടു. അപ്പോൾ നമുക്ക് അടുത്ത കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. നമ്മുടെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുമാണല്ലോ നമ്മൾ പറഞ്ഞത് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുന്നത് ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ്. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ബ്ലഡ് വെസലിൻ്റെ പേര്, മെയിൻ ബ്ലഡ് വെസലിൻ്റെ പേര് അയോട്ട എന്നാണ്. അയോട്ട. അപ്പോൾ ആ ബ്ലഡ് വെസലാണ് പിന്നീട് ബ്രാഞ്ചസ് ആയിട്ട് പല ഏരിയകളിലേക്കും പോയി എല്ലാ സൈഡിലേക്കും ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ആർട്ടറീസ്, ഒരു ടേം നിങ്ങൾ ആലോചിക്കണം. ദ ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് എവേ ഫ്രം ദ ഹാർട്ട് ഈസ് കോൾഡ് ആസ് ആർട്ടറീസ്. അപ്പോൾ ആർട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസിനാണ് ആർട്ടറീസ് എന്ന് പറയുന്നത്. അതേപോലെ നേരെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ the blood vessel which carries blood towards the heart is called as veins. അപ്പോൾ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽസിന് വെയിൻസ് എന്ന് വേണം. അപ്പോൾ ഈ ആർട്ടറീസ് മീൻസ് ഗ്രേറ്റർ ആർട്ടറി ആയ അയോട്ട സ്ലോലി ഡിവൈഡായിട്ട് ബ്രാഞ്ചസ് ആയി മാറിയതിന് ശേഷം എല്ലാ ഏരിയകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ആയതിനു ശേഷം സ്ലോലി കാപ്പിലറി ഏരിയയിലേക്കൊക്കെ പോയതിന് ശേഷം അവിടെ എല്ലാം ഡെലിവർ ചെയ്തതിന് ശേഷം അതെന്താവുന്നു, വെയിൻസായി കൺവേർട്ടായി സ്ലോലി ഹാർട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ നമ്മുടെ ലോവർ ഏരിയയിലുള്ള ഡിയോക്സിജനേറ്റഡ് അല്ലെങ്കിൽ ഓക്സിജൻ കണ്ടന്റ് കുറവുള്ള ബ്ലഡ്സിനെ ക്യാരി ചെയ്യുന്ന വെയിനിൻ്റെ പേര് മേജർ വെയിൻ. അതായത് സ്ലോലി അത് വലുതായി വരും, എന്നിട്ട് തിരിച്ച് ഹാർട്ടിലേക്ക് വലിയൊരു വെയിനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ വെയിൻ ലോവർ ബോഡിയിലുള്ള ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന വെയിനിൻ്റെ പേര് IVC, അതായത് ഇൻഫീരിയർ വീന കാവ എന്നും, മുകളിലുള്ള അതായത് ഹെഡ് ആൻഡ് നെക്ക് റീജിയനിലുള്ള ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന മേജർ വെയിനിൻ്റെ പേര് SVC എന്നും, അതായത് സുപ്പീരിയർ വീന കാവ എന്നാണ് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. IVC ആൻഡ് SVC, ഇൻഫീരിയർ വീന കാവ ആൻഡ് സുപ്പീരിയർ വീന കാവ. അപ്പോൾ ഇനി ഹാർട്ടിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് സിമ്പിളായിട്ട് പറയാൻ നോക്കാം.
നമ്മുടെ ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ ലെയറുകളായിട്ടാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെയറാണ് മയോകാർഡിയം എന്ന് പറയുന്നത്. അപ്പം മയോകാർഡിയൽ മസിൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഹാർട്ടിന് പമ്പിങ് നടക്കുന്നത്. നിങ്ങളൊരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക. നിങ്ങളൊരു ഹാർട്ടിന് ഒരു ബലൂണായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ബലൂൺ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ബലൂൺ ഡയലേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ നന്നായി ഫില്ലപ്പ് ആവും. ഫില്ലപ്പ് ആയതിനു ശേഷം നമ്മൾ അതിനെ കംപ്രസ് ചെയ്താലോ ആ വെള്ളം പുറത്തേക്ക് പോവില്ലേ? അതേ മെക്കാനിസമാണ് ഹാർട്ടിലും നടക്കുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന വീനസ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുമ്പോൾ റൈറ്റ് ഏട്രിയം റിലാക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. റൈറ്റ് ഏട്രിയം റിലാക്സ് ആയിരിക്കുമ്പോൾ ഈ റൈറ്റ് ഏട്രിയം ഫിൽഡപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് റിലാക്സ് ആയിട്ടിരിക്കുന്നത്. ഫിൽഡപ്പ് ആയതിനു ശേഷം എന്ത് ചെയ്യുമോ? റൈറ്റ് ഏട്രിയം കൺട്രാക്ട് ചെയ്യുന്നു. റൈറ്റ് ഏട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോൾ റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയ്ക്ക് ഒരു വാൽവ് ഉണ്ട്. ആ വാൽവ് ഓപ്പൺ ആവുന്നു. ആ വാൽവ് ഓപ്പൺ ആയി കഴിയുമ്പോൾ റൈറ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് പോയതിന് ശേഷം റൈറ്റ് വെൻട്രിക്കിൾ ഫിൽഡപ്പ് ആവും. റൈറ്റ് വെൻട്രിക്കിൾ ഫിൽഡപ്പ് ആയി കഴിയുമ്പോൾ ഈ ട്രൈക്കസ്പിഡ് വാൽവ് ക്ലോസ് ആവുന്നു. അപ്പോൾ എന്താവും? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും റൈറ്റ് ഏട്രിയത്തിലേക്കുള്ള ബാക്ക് ഫ്ലോ ഈ വാൽവ് പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെ ഈ റൈറ്റ് വെൻട്രിക്കിൾ ഇപ്പോൾ ഫിൽഡപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഫിൽഡപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യും. ആ റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയുള്ള പൾമനറി വാൽവ് ഓപ്പൺ ആയിട്ട് ബ്ലഡ് ലങ്സിലേക്ക് പാസ് ചെയ്യും. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ റൈറ്റ് ഏട്രിയം ഓപ്പൺ അപ്പായി കുറേ കൂടി ബ്ലഡ് സ്വീകരിച്ച് അത് വീണ്ടും കൺട്രാക്ട് ചെയ്ത് വീണ്ടും RVയിലേക്ക് വന്നു. RV വീണ്ടും കൺട്രാക്ട് ചെയ്ത് അത് ലങ്സിലേക്ക് പോകുന്നു. അതേ പ്രൊസീജിയറാണ് ലെഫ്റ്റ് സൈഡിൽ നടക്കുന്നത്. ലെഫ്റ്റ് ഏട്രിയം റിലാക്സ് ആയി ലങ്സിൽ നിന്നും വരുന്ന ബ്ലഡിനെ സ്വീകരിച്ചതിന് ശേഷം അത് കൺട്രാക്ട് ചെയ്ത് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോയി അവിടുന്ന് കൺട്രാക്ട് ചെയ്ത് ബോഡിയുടെ പാർട്സിലേക്ക് പോകുന്നു. അപ്പോൾ ഈ വാൽവ്സ് എന്ത് ചെയ്യുന്നു? ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ശേഷം ഞാൻ ഒന്നുകൂടി വീഡിയോ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ മുകളിലുള്ള 2 ചാമ്പേഴ്സും റിലാക്സ് ആയി അവിടേക്ക് ബ്ലഡ് ഫിൽഡപ്പ് ആയി അത് കൺട്രാക്ട് ചെയ്യുന്നു. അപ്പോഴേക്കും താഴെ ഫിൽഡപ്പ് ആവുന്നു. അവിടെ വീണ്ടും കൺട്രാക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് താഴെയോട്ട് പോകുന്നു. അപ്പോഴേക്കും വീണ്ടും മുകളിൽ അവർ റിലാക്സ് ആയി. അതൊരു പ്രോസസ്സാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിങ്ങനെ മുകളിൽ കൺട്രാക്റ്റിങ്ങും താഴെ റിലാക്സിങ്ങും അങ്ങനെ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് പോകുന്നത്? നമ്മുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക്കൽ വർക്കുണ്ട്. നമ്മുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ പ്ലംബിംഗ് വർക്ക് മാത്രമല്ല ഇലക്ട്രിക്കൽ വർക്ക് കൂടിയുണ്ട്. റൈറ്റ് ഏട്രിയം അവിടെ നിന്നൊരു ചാർജ് ക്രിയേറ്റ് ആവുന്നുണ്ട്. നമുക്ക് നിങ്ങൾ ഇതിന് ടേംസ് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് പിന്നീട് നിങ്ങൾ പഠിക്കും. വളരെയധികം കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളാണ്. റൈറ്റ് ഏട്രിയത്തിൻ്റെ അവിടെ നമുക്കൊരു ചെറിയ ചാർജ് ക്രിയേറ്റ് ആയിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ താഴെ അറകളിലേക്ക് ഇതിങ്ങനെ വ്യാപിക്കുന്നുണ്ട്. അതായത് SI നോഡ്, AV നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, പക്കഞ്ചി ഫൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചാർജ് ഇങ്ങനെ ഓരോ ഏരിയകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ട്. അപ്പോൾ ആ ചാർജ് പോകുന്നതിനനുസരിച്ചാണ് ഇത് കൺട്രാക്ട് ആവുന്നത്. അപ്പോൾ ഓരോ ചാർജ് പോയി വീണ്ടും പോയി അപ്പോൾ അത് റിലാക്സ് ആവുകയും കൺട്രാക്ട് ആവുകയും ചെയ്യും. അപ്പം നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരുപാടൊന്നും അതിനെപ്പറ്റി ഡീപ്പായിട്ട് പറയണ്ട. അപ്പോൾ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. നമ്മുടെ ഹാർട്ട് ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഇതിന് തന്നെ ബ്ലഡ് സപ്ലൈ ആവശ്യം ഉണ്ടാവുമല്ലോ. നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും സെൽസിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ ആയിട്ടാണ് ഈ ബ്ലഡ് ഇത് ഹാർട്ട് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പമ്പ് ചെയ്യുന്ന ഹാർട്ട് തന്നെ ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ അതിന് തന്നെ ബ്ലഡ് സപ്ലൈ വേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഹാർട്ടിൻ്റെ മുകളിലൂടെ തന്നെ ചെറിയ ബ്ലഡ് വെസൽസ് ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ മെയിൻ ആർട്ടറിയായ ഗ്രേറ്റ് ആർട്ടറിയായ അയോട്ടയിൽ നിന്നും ചെറിയ 2 ബ്ലഡ് വെസൽസ് എറൈസ് ചെയ്തിട്ട് ഹാർട്ടിൻ്റെ മുകളിൽ കൂടെ തന്നെ ഹാർട്ടിന് വേണ്ടി ബ്ലഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ആർട്ടറീസിൻ്റെ പേരാണ് കൊറോണറി ആർട്ടറീസ്. ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറിയും റൈറ്റ് കൊറോണറി ആർട്ടറിയും. അങ്ങനെ 2 ആർട്ടറീസാണ് നമുക്ക് വേണ്ടി, നമ്മുടെ ഹാർട്ടിന് വേണ്ടി ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റീകലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ കൂട്ടത്തിലൊരു വീഡിയോ കൂടി ഇടാം. അത് നിങ്ങൾ അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. Your heart is a pump. It's a muscular organ about the size of your fist and is located slightly left of center in your chest. Your heart is divided into the right and left side. The division protects oxygen-rich blood from mixing with oxygen-poor blood. Together, your heart and blood vessels comprise your cardiovascular system, which circulates blood and oxygen around your body. In fact, your heart pumps about 5 quarts of blood every minute,
and it beats about 100,000 times in one day. That's about 35 million times in a year. Oxygen-poor blood, blue blood, returns to the heart after circulating through your body. The right side of the heart, composed of the right atrium and ventricle, collects and pumps the blood to the lungs through the pulmonary arteries. The lungs refresh the blood with a new supply of oxygen, making it turn red. Oxygen-rich blood, red blood, then enters the left side of the heart, composed of the left atrium and ventricle, and is pumped through the aorta to the body to supply tissues with oxygen. 4 valves within your heart keep your blood moving the right way. The tricuspid, mitral, pulmonary, and aortic valves work like gates on a fence. They open only one way and only when pushed on. Each valve opens and closes once in a year. Oxygen-poor blood, blue blood, returns to the heart after circulating through your body. The right side of the heart, composed of the right atrium and ventricle, collects and pumps the blood to the lungs through the pulmonary arteries. The lungs refresh the blood with a new supply of oxygen, making it turn red. Oxygen-rich blood, red blood, then enters the left side of the heart, composed of the left atrium and ventricle, and is pumped through the aorta to the body to supply tissues with oxygen. 4 valves within your heart keep your blood moving the right way. The tricuspid, mitral, pulmonary, and aortic valves work like gates on a fence. They open only one way and only when pushed on. Each valve opens and closes once per heartbeat, or about once every second. A beating heart contracts and relaxes. Contraction is called systole, and relaxing is called diastole. During systole, your ventricles contract, forcing blood into the vessels going to your lungs and body, much like ketchup being forced out of a squeeze bottle. The right ventricle contracts a little bit before the left ventricle does. Your ventricles then relax during diastole and are filled with blood coming from the upper chambers, the left and right atria. Then the cycle starts over again. Your heart is nourished by blood too. Blood vessels called coronary arteries extend over the surface of your heart and branch into smaller capillaries. Here you can see just the network of blood vessels that feed your heart with oxygen-rich blood. Your heart also has electrical wiring, which keeps it beating. Electrical impulses begin high in the right atrium and travel through specialized pathways to the ventricles, delivering the signal to pump. The conduction system keeps your heart beating in a coordinated and normal rhythm, which in turn keeps blood circulating. The continuous exchange of oxygen-rich blood with oxygen-poor blood is what keeps you alive. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ചെറിയ ഐഡിയ എങ്കിലും കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഹാർട്ട് ഡിസീസസ്. എങ്ങനെയാണ് ഹാർട്ടിന് അസുഖങ്ങൾ വരുന്നത്, എന്തൊക്കെയാണ് ഹാർട്ടിന് അസുഖങ്ങൾ വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഹാർട്ടിൻ്റെ അസുഖങ്ങൾ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്വയർഡ് ഡിസീസസ് ആയിട്ടും നമുക്ക് ഇൻഹെറിറ്റഡ് ഡിസീസസ് ആയിട്ടും പറയാം. ഇൻഹെറിറ്റഡ് മീൻസ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ആയിട്ടും അക്വയർഡ് ഡിസീസ് ആയിട്ടും നമുക്ക് പറയാം. കുറച്ചും കൂടി സിമ്പിളായി പറഞ്ഞാൽ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മന നമ്മുടെ പാരൻസിൻ്റെ ജനറ്റിക്കലി നമുക്ക് കിട്ടുന്ന അസുഖങ്ങൾക്കാണ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. അതിന് ശേഷം നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് നമ്മുടെ ജീവിത ശൈലികൾ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ പകുതിക്ക് വെച്ച് നമുക്ക് എന്തെങ്കിലും ഹാർട്ട് ഡിസീസസ് വരികയാണെങ്കിൽ അതിനാണ് അക്വയർഡ് ഹാർട്ട് ഡിസീസസ് എന്ന് പറയുന്നത്. കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പേരൻസിൻ്റെ ജനറ്റിക്കൽ ഇതിൽ നിന്ന് നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്ന അസുഖങ്ങളാണ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജനിച്ച പാടെയുള്ള കുട്ടിക്ക് ഹാർട്ടിൽ ഹോളുണ്ട്, ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസ് ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അങ്ങനെ പലതും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ പല രോഗങ്ങളുണ്ട്. അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കുക, നമ്മുടെ ജനറ്റിക്കലായിട്ട് നമുക്ക് പാസ് ഓൺ ചെയ്യുന്ന അസുഖങ്ങളാണ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസസ്. അതിനുശേഷം നമുക്ക് അക്വയർഡ് ആയിട്ട് വരുന്ന ഒരുപാട് അസുഖങ്ങൾ വേറെയുണ്ട്. അത് നമ്മുടെ ചിലപ്പോൾ നമുക്ക് ഇൻഫെക്ഷനായിട്ട് വരുന്നതാവാം, ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം കൊണ്ടാവാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജീവിതകാലത്ത് നമുക്ക് അസുഖങ്ങൾ വരാം. അതുകൊണ്ട് കുറച്ചും കൂടി നമുക്കതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുമ്പ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, നമ്മുടെ അക്വയർഡ് ആയിട്ടുള്ള ഡിസീസ് പലതരത്തിലുണ്ട്. നമ്മുടെ വാൽവിന് ചിലപ്പോൾ പ്രോബ്ലം വരാം. നമ്മുടെ വാൽവുകൾ ചിലപ്പോൾ ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുന്ന വാൽവുകൾ ചിലപ്പോൾ ബാക്ക് ഫ്ലോ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് പ്രോപ്പർലി താഴോട്ടേക്കുള്ള ബ്ലഡ് ഫ്ലോ നടക്കില്ല. നോർമൽ ബ്ലഡ് ഫ്ലോ നടക്കാതെ വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ വാൽവുകൾ ചിലപ്പോൾ ചുരുങ്ങിപ്പോകുമ്പോൾ പ്രോപ്പർലി ആ വാൽവ് വഴി ബ്ലഡിൻ്റെ ഫ്ലോ പ്രോപ്പർ സ്മൂത്തായിട്ട് നടക്കാതെ വരുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ വരാം.
ഇനി അതല്ലെങ്കിൽ ഗ്രേറ്റർ ആർട്ടറീസിന് ഏതെങ്കിലും ഒരു ആർട്ടറിക്ക് ചിലപ്പോൾ ഡയലേറ്റ് ആയി പോവാം, അല്ലെങ്കിൽ അത് റപ്ചർ ആവാനുള്ള ചാൻസുകളുണ്ട്. ഇനി അതും അല്ലെങ്കിൽ മയോകാർഡിയൽ മസിൽസ് വീക്കായി പോകാൻ, അത് കൺട്രാക്ടിലിറ്റി, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മയോകാർഡിയൽ മസിൽസ് ആണ് നമ്മുടെ ഹാർട്ടിനെ കൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പം മയോകാർഡിയൽ മസിൽസ് വീക്കായിട്ട് ഈ കൺട്രാക്ഷൻ പ്രോപ്പർ ആവാതെ വരാം. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, എല്ലാവർക്കും വരുന്ന യൂഷ്വലി ഒരു 10-40 വയസ്സിന് ശേഷമുള്ള ആളുകൾ വളരെ ഭയപ്പെടുന്ന ഒരു അസുഖമാണ് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്കിൻ്റെ മെയിൻ റീസൺ, പല റീസൺസ് ഉണ്ട്, പക്ഷേ മെയിൻ റീസൺ കൊറോണറി ആർട്ടറി ഡിസീസസ് ആണ്. കൊറോണറി ആർട്ടറീസ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ എന്താണെന്ന്. നമ്മുടെ ഹാർട്ടിന് തന്നെ ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ട്. ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുകയാണ് നമ്മുടെ വീട്ടിൽ. നമ്മൾ രാവിലെ അയാൾക്ക് ഭക്ഷണം കൊടുത്തില്ല, അയാൾ പണിയെടുത്തു, കുറേ പണിയെടുത്തു, ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തില്ല. കാരണം ബ്ലഡ് വെസൽസ് ബ്രെയിനിലേക്ക് പോയ ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആകുമ്പോഴാണ് നമുക്ക് സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ബോഡി വെയിറ്റ്, നമ്മുടെ റെഗുലർ എക്സസൈസ്, നമ്മുടെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ്ഡ് ഡയറ്റാണ് വേണ്ടത്. നമുക്ക് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും നമുക്ക് ഡയറ്ററി ഫൈബേഴ്സും വൈറ്റമിൻസും മിനറൽസും എല്ലാം നമുക്ക് വേണം. എന്നാൽ എല്ലാം ആവശ്യത്തിനാണ് വേണ്ടത്. ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ കഴിക്കുമ്പോൾ അത് സ്റ്റോർ ചെയ്യപ്പെടുകയും നമുക്ക് വീണ്ടും അത് രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഭക്ഷണം കഴിക്കുകയും നമ്മൾ വ്യക്തമായിട്ട് വളരെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക. പിന്നെ വേണ്ടാത്ത ഹാബിറ്റ്സ്, സിഗരറ്റ് വലി പോലെയുള്ള ഹാബിറ്റ്സുകളൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കുക. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കണ്ടിട്ട് വളരെ സ്റ്റൈലായിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ടല്ലോ, ഞാനും അതുപോലെ സിഗരറ്റ് വലിക്കട്ടെ എന്ന് ടീനേജിൽ ആളുകൾക്ക് തോന്നുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കും തോന്നരുത്. നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം, ഹാർട്ടിന് പ്രോബ്ലം വരും, അല്ലെങ്കിൽ ബ്രെയിനിന് പ്രോബ്ലം വരും, ഇനി അതല്ലെങ്കിൽ പല അസുഖങ്ങളും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്, ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട്, പല രീതിയിൽ അസുഖങ്ങൾക്ക് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ എക്വയർഡ് ഹാർട്ട് ഡിസീസസിൻ്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസസിൻ്റെ കാരണങ്ങൾ കൂടെ നമുക്ക് ചെറുതായ രീതിയിലൊന്ന് നോക്കാം. കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ചിലപ്പോൾ നമ്മുടെ പാരമ്പര്യമായിട്ട്, നമ്മുടെ കാലങ്ങളായിട്ട് നമ്മുടെ പേരൻസിലൂടെ കൈമാറി വരുന്ന ജീനിൻ്റെ പ്രശ്നങ്ങളാവാം. ഇനി അതല്ലെങ്കിൽ ഗർഭകാലത്ത് നമ്മുടെ മാതാപിതാക്കളുടെ ചെറിയ അശ്രദ്ധ കൊണ്ടും ചിലപ്പോൾ നമുക്കത് സംഭവിക്കാം. നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ ആരാണോ ഗർഭം ധരിക്കുന്നത് അവർ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടോ, അതല്ലെങ്കിൽ വളരെയധികം റേഡിയേഷനുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇടപഴകുകയോ ചെയ്യുന്ന, അതായത് നമ്മുടെ എക്സ്റേ റൂമിൻ്റെ അടുത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഗർഭിണികളെ സൂക്ഷിക്കുക എന്നൊക്കെ, അതുപോലെ ആ റേഡിയേഷൻ സോണുകളിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുന്നത്, പല അഡ്വൈസബിൾ അല്ലാത്ത മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ, അതല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ യൂസ് കൊണ്ടോ, അല്ലെങ്കിൽ ടുബാക്കോയുടെ എക്സസീവ് ടുബാക്കോ യൂസോ, അങ്ങനെ പല കാരണങ്ങളാവാം ചിലപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസുകൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രോപ്പറായിട്ട് റെസ്റ്റും മെൻ്റൽ പീസും എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഭാവിയിൽ ഇതൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ വീണ്ടും എന്തായാലും പഠിക്കുകയും ചെയ്യും. ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇപ്പോൾ ഹാർട്ടിനെ പറ്റി നിങ്ങൾ കുറേയൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതും കൂടി എങ്ങനെയാണ് അതിൻ്റെ ബ്ലോക്കൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള ചെറിയ രീതിയിലുള്ളൊരു എക്സ്പ്ലനേഷൻ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതും കാണാം. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ ഡൗട്ട്സ് ഒന്നുകിൽ ടീച്ചറോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് അറിയിക്കുക. ടീച്ചറിനോട് കൂടെ അറിയിച്ചാൽ മതി. ഞാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.